ഈ പരാതിയുടെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ശ്രീ ഗണേഷ് കുമാറിന്റെ ഭാര്യ 112 വിളിച്ച് പരാതി പറയുകയും പോലീസ് വന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇത് വീട്ടുകാരിയാണ്, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞ് അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയം. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ മന്ത്രി ശ്രീമതി ബിന്ദുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ മകളെയല്ല മുഖ്യമന്ത്രിയെ വിളിച്ച് പരാതി പറയണമായിരുന്നു. അപ്പോൾ അതിന്റെ സാങ്കേതികത്വമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ സ്വന്തം പ്രയാസങ്ങൾ പറയുക സ്വാഭാവികമായിട്ടും മറ്റു സ്ത്രീയോടായിരിക്കും. അതിനങ്ങനെ കാണുന്നതിന് പകരം എന്തുകൊണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടില്ല എന്നൊരു വാചകം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ദൗർഭാഗ്യരാണ്. അപ്പൊ ഇത്രയും രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായി സ്ഥിതിക്ക് ഇനി ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം 5000-ഓളം പ്രണയങ്ങൾ അദ്ദേഹം നടത്തിയത്. അത് എങ്ങനെയാണല്ലോ പറഞ്ഞത്, 5000-ഓളം പ്രണയം അദ്ദേഹം പ്രണയിച്ചിട്ടുണ്ട്. 5000 പേര്. അതിൽ 2 പേരെയാണ് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത്. ആദ്യത്തെ വിവാഹം കഴിച്ച സ്ത്രീയാണ് UDF സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹത്തിനെക്കുറിച്ച് കുറെ ആക്ഷേപങ്ങൾ പറയും. അങ്ങനെ ഉമ്മൻചാണ്ടി ശ്രീ ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആയ ശ്രീ ബാലകൃഷ്ണപിള്ളയും എത്രയും പെട്ടെന്ന് ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം രണ്ടാമതും വിവാഹം കഴിച്ചു. ആ രണ്ടാം ഭാര്യയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കും തോറും ഭാര്യമാരെ ഉപദ്രവിക്കും തോറും വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾ നമ്മുടെ പൊതുരംഗത്തിന് ഭൂഷണമാണോ എന്ന് പൊതുസമൂഹവും ചിന്തിക്കേണ്ടതാണ്. ഒരാളൊരു മുന്നണിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ ഉടനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കാറൊക്കെയില്ല, അല്ല ഭാഗം മാറാറൊക്കെയില്ല. പക്ഷേ ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാത്തവരെ സംരക്ഷിക്കുന്ന സംവിധാനം വേണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞൊരു ആരോപണം കാണാൻ പാടില്ലാത്തൊരു അരുതാത്ത് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അതായത് കഥവ് തുറന്നു നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടു, പാലാഴി മദനം നടത്തുന്ന കണ്ടു. അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ഇനി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും പ്രസംഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ PR വർക്കിന്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ളത്? മന്ത്രിമന്ദിരത്തിൽ പോലും അവരുടെ ഭാര്യമാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. അതാണ് ഈ സംഭവത്തോടെ തെളിഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക.